പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ടതെന്ത്, ചെയ്യരുതാത്തതെന്ത്? IMA റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ സംസാരിക്കുന്നു. നമ്മൾ പലപ്പോഴും കടിച്ച പാമ്പിനെ കാണണമെന്നില്ല. അപ്പോൾ സംശയം തോന്നിയാൽ പോലും അത് നമ്മൾ നിസ്സാരമായിട്ട് എടുക്കരുത്. സ്നേക്ക് ബൈറ്റിന് ഒരൊറ്റ ചികിത്സയേ ഉള്ളൂ. ക്വാഡ്രിവാലൻ ആൻറ്റിവെനൻ എടുത്തിരിക്കണം, ASV എടുത്തിരിക്കണം, ഇല്ലെങ്കിൽ മരണസാധ്യതയുണ്ട്. മുറുകെ കെട്ടുന്നത് ഫലപ്രദമല്ല എന്നുള്ളത് മാത്രമല്ല, ഡേഞ്ചറസ് ആണ്. കാരണം എന്താ വെച്ചാൽ മുറുകെ കെട്ടിക്കഴിഞ്ഞാൽ രക്തഓട്ടം നിലയ്ക്കുകയാണ്. രക്തഓട്ടം നമ്മുടെ ശരീരത്തിലെ കൈയിലേക്കോ കാലിലേക്കോ നിലച്ചു കഴിഞ്ഞാൽ കൈയോ കാലോ തന്നെ മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വരാനുള്ള ഇടയുണ്ട്. ആ മുറിവിൻ്റെ സൈഡിൽ ഒരു ബ്ലേഡ് കൊണ്ട് മുറിക്കുകയോ, ചിലർ അത് വായ കൊണ്ട് അത് വലിച്ചു കളയാൻ ശ്രമിക്കുക, അതൊക്കെ മണ്ടത്തരങ്ങളാണ്. കുത്തിവെച്ച വെനം ശരീരത്തിലേക്ക് പതിയെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത് മുറിച്ചതുകൊണ്ടോ അത് സക്ക് ചെയ്തുകൊണ്ടോ അത് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഓർക്കേണ്ടത്, ചത്ത പാമ്പിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചത്തു എന്ന് വിചാരിക്കുന്ന പാമ്പിന് പോലും കടിക്കാനുള്ള കഴിവുണ്ട്. ചില കേസുകളിൽ അറുത്തുപോയ പാമ്പിൻ്റെ തല, നിലത്ത് കിടക്കുന്ന തലയിൽ തൊട്ടയാൾക്ക് കടിയേറ്റുള്ള സംഭവങ്ങളുണ്ട്. കാരണം ഇതൊരു റെപ്റ്റൈലാണ്. റെപ്റ്റൈലിൻ്റെ പല സെഗ്മെൻറ്റ്സിനും സ്വന്തമായിട്ട് അല്പം നേരം ജീവനോടെ ഇരിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ്. ഇതുകൊണ്ട് ഈവൻ എ ഡെഡ് സ്നേക്ക് യു മസ്റ്റ് ബി വെരി കെയർഫുൾ ഹാൻഡ്ലിങ്. എല്ലാവർക്കും തന്നെ അറിയാം പാമ്പ് കടിയുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ ആൻറ്റി സ്നേക്ക് വെനമാണ്, പച്ചമരുന്നല്ല എന്നുള്ളത്. ഇഫ് യു സസ്പെക്ട് എ സ്നേക്ക് ബൈറ്റ്, ടേക്ക് ദ പേഷ്യൻറ്റ് ടു ഹോസ്പിറ്റൽ, നോട്ട് ടു എ ട്രഡീഷണൽ ഹീലർ.